നമസ്കാരം. മനുഷ്യൻ്റെ വ്യോമയാന ചരിത്രവും യുദ്ധതന്ത്രങ്ങളും എപ്പോഴും അതിരുകളില്ലാത്ത വിസ്മയങ്ങളുടെയും കടുത്ത വെല്ലുവിളികളുടെയും ഒരു ഏടാണ്. അതിൽ തന്നെ ദക്ഷിണേഷ്യൻ വ്യോമയുദ്ധങ്ങളുടെ ചരിത്രത്തിൽ തികച്ചും സവിശേഷമായ ഒരു സ്ഥാനമർഹിക്കുന്ന ഒന്നാണ് 1960കളിലെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷകാലത്തെ ആകാശ പോരാട്ടങ്ങൾ. ആധുനിക സാങ്കേതിക വിദ്യയുടെയും തന്ത്രപരമായ നീക്കങ്ങളുടെയും പരീക്ഷണശാലയായി മാറിയ ആ കാലഘട്ടത്തിൽ ആകാശത്തിൻ്റെ ഉന്നത കോണുകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇരു രാജ്യങ്ങളും നടത്തിയ ശ്രമങ്ങൾ ചരിത്രത്തിൽ സമാനതകളില്ലാത്തവയാണ്. പരമ്പരാഗത യുദ്ധവിമാനങ്ങളുടെയെല്ലാം ഉയരപരിധികളെ വെല്ലുവിളിച്ച് ഇന്ത്യയുടെ മുകളിലൂടെ പറന്ന് രഹസ്യങ്ങൾ ചോർത്തുക എന്ന ലക്ഷ്യത്തോടെ പാകിസ്ഥാൻ വ്യോമസേന അമേരിക്കൻ നിർമ്മിത അത്യാധുനിക നിരീക്ഷണ വിമാനങ്ങളെ രംഗത്തിറക്കിയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഭാരതം കരുതിക്കൂട്ടിയ പുതിയൊരു ആയുധ വ്യൂഹം തന്നെ രംഗത്തുണ്ടായിരുന്നു. ആകാശത്തിൻ്റെ നെറുകയിൽ സുരക്ഷിതരെന്ന് പാകിസ്ഥാൻ അഹങ്കരിച്ചിരുന്ന ആ ചാരവിമാനങ്ങളെ ഒരു നിമിഷം കൊണ്ട് ഭാരതം വിറപ്പിച്ചു കളഞ്ഞു. അത് ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിച്ച ഒരു ചരിത്ര സംഭവത്തിൻ്റെ നേർക്കാഴ്ചയായി പിന്നീട് മാറുകയും ചെയ്തു. അക്കാലത്ത് പാകിസ്ഥാൻ വ്യോമസേനയുടെ പക്കലുണ്ടായിരുന്ന ഏറ്റവും ശക്തമായ ആയുധങ്ങളിൽ ഒന്നായിരുന്നു അമേരിക്കയിൽ നിന്ന് കരസ്ഥമാക്കിയ മാർട്ടിൻ B-57 കാൻബറ വിമാനങ്ങളുടെ പ്രത്യേക നിരീക്ഷണ വകഭേദമായ RB-57 വിമാനങ്ങൾ. 60,000-ലേറെ അടി ഉയരത്തിൽ അനായാസം പറക്കാനുള്ള അപാരമായ ശേഷി ഈ വിമാനങ്ങൾക്ക് അന്നുണ്ടായിരുന്നു. അക്കാലത്ത് ഇന്ത്യൻ വ്യോമസേനയുടെ പക്കലുണ്ടായിരുന്ന ഹണ്ടർ, ഗ്രാഡ് തുടങ്ങിയ പരമ്പരാഗത യുദ്ധവിമാനങ്ങൾക്ക് ഇത്രയും വലിയ ഉയരത്തിൽ എത്തിച്ചേരുക എന്നത് അസാധ്യമായ ഒരു കാര്യമായിരുന്നു. ആകാശത്തിൻ്റെ മുകൾ തട്ടിൽ പൂർണ്ണ സുരക്ഷിതരായിരുന്ന് ഇന്ത്യൻ അതിർത്തിക്കുള്ളിലെ സൈനിക നീക്കങ്ങളും തന്ത്രപ്രധാന വിവരങ്ങളും ചോർത്താൻ ഈ വിമാനങ്ങൾക്ക് സാധിച്ചിരുന്നു. യാതൊരുവിധ പ്രതിരോധവുമില്ലാതെ പാകിസ്ഥാൻ വിമാനങ്ങൾ തങ്ങളുടെ ആകാശപരിധി ലംഘിക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം അന്ന് വലിയൊരു തലവേദനയായിരുന്നു. ഈ പ്രതിസന്ധിയെ മറികടക്കാനാണ് ഇന്ത്യ സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെ S-75 ഡിബ്ന അഥവാ പാശ്ചാത്യ ലോകത്ത് SA-2 ഗൈഡ് ലൈൻ എന്നറിയപ്പെടുന്ന അത്യാധുനിക ഉപരിതല മിസൈൽ സംവിധാനം രാജ്യത്ത് അവതരിപ്പിക്കുന്നത്. പരമ്പരാഗത ഫൈറ്റർ ജെറ്റുകൾക്ക് തൊടാൻ കഴിയാത്ത ഉയരത്തിൽ പറക്കുന്ന ശത്രു വിമാനങ്ങളെ കൃത്യമായി ലക്ഷ്യമിട്ട് താഴെയിടാൻ പാകത്തിലുള്ളതായിരുന്നു ഈ പുതിയ വ്യോമ പ്രതിരോധ വലയം. 1965-ലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്തും അതിൻ്റെ തൊട്ടു പിന്നാലെയുള്ള ഘട്ടങ്ങളിലുമായി പതിവ് പോലെ ഇന്ത്യൻ അതിർത്തിക്കുള്ളിലേക്ക് അതിക്രമിച്ചു കടന്ന് ചാരപ്രവർത്തനം നടത്താൻ പാകിസ്ഥാൻ വ്യോമസേനയുടെ ഒരു RB-57 നിരീക്ഷണ വിമാനം ആകാശത്തേക്ക് കുതിച്ചുയരുന്നു. സ്ക്വാഡ്രൺ ലീഡർ റാഷിദ് മിർ എന്ന പരിചയസമ്പന്നനായ പാക് പൈലറ്റായിരുന്നു അന്ന് ആ വിമാനത്തിൻ്റെ നിയന്ത്രണം കൈയാളിയിരുന്നത്. എന്നാൽ മുൻകാലങ്ങളെപ്പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. ഇന്ത്യൻ മണ്ണിൽ പ്രവേശിച്ച ഉടൻ തന്നെ പുതുതായി സജ്ജീകരിച്ചിരുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ SA-2 മിസൈൽ ബാറ്ററി ഈ അതിക്രമത്തെ കൃത്യമായി കണ്ടെത്തുകയും ലക്ഷ്യത്തിലേക്ക് മിസൈൽ തൊടുക്കുകയും ചെയ്തു. മിസൈൽ വിമാനത്തിൽ നേരിട്ടിടിച്ചില്ല എങ്കിലും അതിൻ്റെ പ്രോക്സിമിറ്റി ഫ്യൂസഡ് വാർഹെഡ് വിമാനത്തിൻ്റെ വളരെ അടുത്ത് വെച്ച് ശക്തമായി പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത്. ആ സ്ഫോടനത്തിൻ്റെ ഭീകരമായ ആഘാതത്തിൽ വിമാനത്തിൻ്റെ മുൻവശത്തെ ചില്ലുകൾ പൂർണ്ണമായി തകരുകയും എൻജിൻ സംവിധാനങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും വിമാനത്തിൻ്റെ പല ഭാഗങ്ങളും ചിതറിത്തെറിക്കുകയും ചെയ്തു. എന്നിരുന്നാലും കനത്ത പരിക്കുകളോടെ വല്ല വിധേനയും പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിലേക്ക് തന്നെ ആ പാക് പൈലറ്റ് ആ വിമാനവുമായി തിരികെ പോയി. SA-2 മിസൈലിൻ്റെ സ്ഫോടനത്തെ അതിജീവിക്കാൻ RB-57 വിമാനത്തിന് സാധിച്ചത് ആ എയർഫ്രെയിമിൻ്റെ അവിശ്വസനീയമായ ദൃഢതയാണ് കാണിച്ചത്. അതേസമയം ആ തലമുറയിലെ മിസൈൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അത്യുന്നതങ്ങളിൽ പറക്കുന്ന ഇത്തരം അതിവേഗ വിമാനങ്ങളെ ഒറ്റയടിക്ക് പൂർണ്ണമായും നശിപ്പിക്കുക എന്നത് എത്രമാത്രം ദുഷ്കരമാണ് എന്നും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. എങ്കിലും ഈ ആക്രമണം പാകിസ്ഥാൻ വ്യോമസേനയുടെ മേൽക്കൈയെ നിഷ്പ്രഭമാക്കുകയാണ് ചെയ്തത്. ഇന്ത്യയുടെ വ്യോമപ്രതിരോധ വലയങ്ങൾ എത്രത്തോളം കരുത്തുറ്റതാണ് എന്നും ഇനി മുതൽ അതിർത്തിക്ക് മീതെയുള്ള ചാരപ്രവർത്തനങ്ങൾ ജീവന് വേണ്ടിയുള്ള പന്തുകളായി മാറുമെന്നും ഈ സംഭവം പാകിസ്ഥാനെ ബോധ്യപ്പെടുത്തി കൊടുത്തു. ഈ ആക്രമണത്തിൽ ഗുരുതരമായി തകർന്ന RB-57F എന്ന ആ വിമാനം പിന്നീട് വിദഗ്ധമായ അറ്റകുറ്റപ്പണികൾക്കായി മാറ്റി. കേടുപാടുകൾ പൂർണ്ണമായി പരിഹരിച്ച ശേഷം ഈ വിമാനം തിരികെ അമേരിക്കയിലേക്ക് തന്നെ അയക്കുകയും അവിടെ വച്ച് ഇതിനെ യുദ്ധാവശ്യങ്ങളിൽ നിന്ന് മാറ്റി കാലാവസ്ഥാ നിരീക്ഷണ ആവശ്യങ്ങൾക്കായി WB-57F ആയി മാറ്റിയെടുക്കുകയും ചെയ്തു. ഈ ചരിത്ര സംഭവം ദക്ഷിണേഷ്യൻ വ്യോമയുദ്ധ ചരിത്രത്തിൽ
ഒരു വലിയ വഴിത്തിരിവായി മാറുകയായിരുന്നു. അതുവരെ പരമ്പരാഗത യുദ്ധവിമാനങ്ങളുടെ പരിമിതികൾ കാരണം ചോദ്യം ചെയ്യപ്പെടാത്ത ആധിപത്യം അനുഭവിച്ചിരുന്ന ആകാശ നിരീക്ഷണ വിമാനങ്ങളുടെ സുവർണ കാലഘട്ടത്തിന് ഇതോടെ തിരശ്ശീല വീഴുകയായിരുന്നു. ആധുനിക മിസൈൽ സാങ്കേതിക വിദ്യയുടെ കടന്നുവരവ് ആകാശത്തെ ചാരപ്രവർത്തനങ്ങളെ എന്നേക്കുമായി മാറ്റിയെഴുതി. ചുരുക്കത്തിൽ 1965 ഈ ആകാശ പോരാട്ടം ഇന്ത്യയുടെ വ്യോമപ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന വിജയങ്ങളിൽ ഒന്നായി മാറി. ഫൈറ്റർ ജെറ്റുകൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത അതിഉയരത്തിലുള്ള ലക്ഷ്യങ്ങളെപ്പോലും തകർക്കാൻ തക്കവണ്ണം തങ്ങളുടെ കരമാർഗമുള്ള വ്യോമപ്രതിരോധ സംവിധാനം ശക്തമാണെന്ന് ഇന്ത്യ ഈ സംഭവത്തിലൂടെ ലോകത്തിന് മുന്നിൽ തെളിയിച്ചു കൊടുത്തു. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ അതിർത്തിക്കുള്ളിലേക്ക് ആഴത്തിലുള്ള നിരീക്ഷണ പറക്കലുകൾ നടത്തുന്നത് അങ്ങേയറ്റം അപകടകരമാണ് എന്ന തിരിച്ചറിവാണ് ഈ സംഭവം നൽകിയത്. ആകാശ യുദ്ധങ്ങളിൽ കേവലം വിമാനങ്ങളുടെ വേഗതയും ഉയരവും മാത്രമല്ല, കാലത്തിനൊത്ത ആധുനിക സാങ്കേതിക വിദ്യയും കരുത്തുറ്റ പ്രതിരോധ സജ്ജീകരണങ്ങളുമാണ് ആത്യന്തികമായി വിജയനിർണ്ണയം നടത്തുന്നത് എന്ന് ഈ ചരിത്ര സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നായിരുന്നുവെങ്കിൽ 1965 കാലഘട്ടത്തിന് സമാനമായ രീതിയിൽ അത്തരം അതിസാഹസികമായ ഒരു ആകാശ നിരീക്ഷണ ദൗത്യത്തിന് പാകിസ്ഥാൻ ഒരിക്കലും മുതിരുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആധുനിക യുദ്ധമേഖലയിലും വ്യോമപ്രതിരോധ സാങ്കേതിക വിദ്യയും കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകൾക്കിടയിൽ സമൂലമായ മാറ്റങ്ങൾക്ക് വിധേയമായി കഴിഞ്ഞു. അന്നത്തെ കാലത്ത് റഡാർ സംവിധാനങ്ങളുടെയും മിസൈലുകളുടെയും പരിമിതികൾ കാരണം 60,000-ലേറെ അടി ഉയരത്തിൽ പറക്കുന്ന വിമാനങ്ങളെ കണ്ടെത്തുകയോ തടയുകയോ ചെയ്യുക എന്നത് അതീവ ദുഷ്കരമായിരുന്നു. എന്നാൽ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ആകാശത്തിൻ്റെ സുരക്ഷിതത്വം എന്നത് കേവലം വലിയ ഉയരങ്ങളിൽ പറക്കുന്നതിലൂടെ മാത്രം ഉറപ്പാക്കാൻ സാധിക്കുന്ന ഒന്നല്ല. സാറ്റലൈറ്റ് നിരീക്ഷണം, അതീവ ശേഷിയുള്ള അവാക്സ് റഡാർ സംവിധാനങ്ങൾ, ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന സൂപ്പർസോണിക്, ഹൈപ്പർസോണിക് ഉപരിതല വ്യോമ മിസൈലുകൾ എന്നിവയെല്ലാം ഇന്നത്തെ വ്യോമപ്രതിരോധ സേനകളുടെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് പാകിസ്ഥാൻ പരീക്ഷിച്ച തരം ചാരവിമാനങ്ങൾ ഇന്ന് അതിർത്തി കടക്കാൻ ശ്രമിച്ചാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് തന്നെ ആധുനിക റഡാറുകളുടെ നിരീക്ഷണ വലയത്തിലാവുകയും നിമിഷനേരം കൊണ്ട് വെടിയേറ്റി വീഴുകയും ചെയ്യും. കൂടാതെ ആധുനിക യുദ്ധതന്ത്രങ്ങളിലും കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങളിലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലും ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ശക്തിസന്തുലിതാവസ്ഥ പൂർണ്ണമായും മാറി മറിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഇത്തരം സാഹസികതകൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു പൂർണ്ണതോതിലുള്ള ആണവ യുദ്ധത്തിനോ അല്ലെങ്കിൽ വലിയൊരു പ്രാദേശിക സംഘർഷത്തിനോ കാരണമായേക്കാം. അതിനാൽ രാഷ്ട്രീയമായും സൈനികപരമായും അത്തരം നീക്കങ്ങൾ കനത്ത വില നൽകേണ്ടി വരുന്നവയാണ്. മനുഷ്യർ നിയന്ത്രിക്കുന്ന നിരീക്ഷണ വിമാനങ്ങൾക്ക് പകരമായി ഇന്ന് റഡാറുകളുടെ കണ്ണ് വെട്ടിക്കാൻ പാകത്തിലുള്ള സ്റ്റെൽത്ത് വിമാനങ്ങളും ആളില്ലാ ഡ്രോണുകളുമാണ് ചാരപ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ പോലും മുൻകൂട്ടി അനുവാദമില്ലാതെ ശത്രു രാജ്യത്തിൻ്റെ ആകാശപരിധി ലംഘിക്കുന്നത് വൻ പ്രതിരോധ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമെന്നതിനാൽ മുൻകാലങ്ങളിലെ പോലെ പരസ്യമായ ആകാശ അതിക്രമങ്ങൾക്ക് ആധുനിക വ്യോമസേനകൾ മുതിരാറില്ല. ചുരുക്കത്തിൽ സാങ്കേതിക വിദ്യയുടെ അതിപ്രസരവും അതീവ കൃത്യതയുമുള്ള ഇന്നത്തെ അത്യാധുനിക വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ മുന്നിൽ 1965 RP-57 ദൗത്യം പോലെയുള്ള സാഹസികതകൾ ഇന്നത്തെ കാലത്ത് ആത്മഹത്യാപരമായിരിക്കുമെന്നതാണ് ചരിത്രവും ആധുനിക യുദ്ധതന്ത്രങ്ങളും നൽകുന്ന പാഠം. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.